അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നാം പല ആവശ്യങ്ങൾക്കായി ജോലിക്കാരെ നിശ്ചയിക്കലുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിലോ വീട്ടിലോ മറ്റു പല സാഹചര്യങ്ങളിലും പല വിധത്തിലുള്ള ജോലികൾക്ക് വേണ്ടി നമ്മൾ ആളുകളെ നിശ്ചയിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ രണ്ട് തരം ക്വാളിറ്റികളാണ്. അഥവാ നമ്മൾ നിശ്ചയിക്കുന്ന ജോലിക്കാർക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ക്വാളിറ്റികൾ. അത് കേവലം ജോലിക്കാർക്ക് മാത്രമല്ല, ഏതൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോഴും അവ കൃത്യമായി നിർവഹിക്കാൻ അവർ യോഗ്യരാണോ, കഴിവുറ്റവരാണോ എന്ന് പരിശോധിക്കുന്നതും ഈ രണ്ട് ക്വാളിറ്റികളുടെ അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധ ഖുർആൻ രണ്ട് സ്ഥലങ്ങളിൽ ആ കാര്യം പറയുന്നത് കാണുവാൻ സാധിക്കും. ഒന്ന് സൂറത്തുൻ നംലിലെ 39-ാമത്തെ ആയത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽക്കീസ് രാജ്ഞിയുടെ ആ സിംഹാസനം ആര് എൻ്റെ അടുക്കൽ കൊണ്ടുവരും എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ജിന്നവർഗത്തിൽപ്പെട്ട ഒരു മല്ലൻ പറഞ്ഞത്, ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. താങ്കൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞാൻ അത് താങ്കൾക്ക് എത്തിച്ചു തരാം. വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാൻ അതിന് കഴിവുറ്റവനും വിശ്വസ്തനുമാണ് എന്നാണ്. അഥവാ ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവുള്ള യോഗ്യനായ ആളാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. കഴിവുണ്ടായാൽ മാത്രം പോരാ, അമാനത്ത്, വിശ്വസ്തത കൂടി അയാൾക്കുണ്ടാകണം. ഈ രണ്ട് ക്വാളിറ്റികളാണ് ഏതൊരാളെയും തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്താതെ അത് ഭംഗിയായി നിർവഹിക്കാൻ പ്രാപ്തമാക്കുന്ന രണ്ട് ഘടകങ്ങൾ. ഇതുപോലെ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ട് പെൺമക്കൾക്ക് വെള്ളം കൊടുത്ത് ആടുകളെ നേരത്തെ വെള്ളം കുടിപ്പിച്ചു കൊണ്ടുപോകുവാൻ സാധിച്ച ആ സംഭവം പാപ്പയുടെ അടുക്കൽ പോയി ആ മക്കൾ പറയുമ്പോൾ അവിടെയും ഈ പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഖസസിലെ 26-ാമത്തെ ആയത്തിൽ ഖാലത്ത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅ്ജിർഹു, അവരിൽ ഒരുവൾ പറഞ്ഞു, പിതാവേ, അദ്ദേഹത്തെ താങ്കൾ കൂലിക്കാരനായി നിശ്ചയിക്കണം. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ, കാരണം കൂലിക്കാരനായി വെക്കുന്നതിൽ അയാൾ എന്തുകൊണ്ടും ശക്തനും വിശ്വസ്തനുമാണ് എന്നാണ്. ഈ ആയത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഒരു സംഘടനാ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ, ഒരു സ്ഥാപനത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിലേക്ക് നമ്മൾ ആളുകളെ പരിഗണിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുവാൻ പറയുന്നത് കാണുവാൻ സാധിക്കും. അഥവാ അയാളുടെ മറ്റേതെങ്കിലും കഴിവോ മറ്റേതെങ്കിലും സമൂഹത്തിലുള്ള പേരും പ്രശസ്തിയോ പാണ്ഡിത്യമോ ഒന്നുമല്ല, അതിനേക്കാൾ ഉപരിയായി അവിടെ പരിഗണിക്കേണ്ടത് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യാൻ അയാൾക്ക് എബിലിറ്റി, കഴിവുണ്ടോ, ശേഷിയുണ്ടോ എന്ന് പരിശോധിക്കണം. ആ ഉത്തരവാദിത്തം വീഴ്ച കൂടാതെ ഭംഗിയായി വിശ്വസ്തയോടുകൂടി സത്യസന്ധമായി നിർവഹിക്കാൻ പ്രാപ്തനാണോ അയാൾ എന്നും പരിശോധിക്കണം. ഈ രണ്ട് ഗുണങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഭംഗിയായി അയാൾ നിർവഹിക്കും, അയാൾക്കുമൊക്കെ ഗുണകരമാകും. അപ്പോൾ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് തിരിച്ചൊരു ചോദ്യം, ഒരാൾ കഴിവുള്ളവനാണ്, പക്ഷേ അയാൾ വിശ്വസ്തതയ്ക്ക് പോരാ, വിശ്വാസ്യത അത്ര കണ്ട് ഇല്ല. വേറൊരാൾ വിശ്വസ്തനാണ്, കഴിവ് അത്ര പോരാ, അപ്പോൾ എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞു, അതിൽ നിങ്ങൾ രണ്ടാളുകളെയും ജോയിൻ്റ് ആക്കി കൊടുക്കണം. അഥവാ കഴിവും ശേഷിയുമുള്ള ഒരാൾക്ക് വിശ്വസ്തനും സത്യസന്ധനുമായിട്ടുള്ള ഒരാൾ കൂടെയുണ്ടെങ്കിൽ വിശ്വാസ്യത എന്ന ആ ഗുണം രണ്ടുപേരും ചേർന്ന് അത് പരിഗണിക്കും. കഴിവും കഴിവുകേടും എന്നുള്ള ആ പ്രശ്നം പരസ്പരം ചേരുമ്പോൾ അതും പരിഹരിക്കപ്പെടുമെന്നാണ്. ഇങ്ങനെ പൊതു നേതൃത്വത്തിലേക്ക്, അതേപോലെ ഒരു സ്ഥാപനത്തിൻ്റെ പോസ്റ്റിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്കോ ജോലിക്കോ ഒരു അപ്പോയിൻമെൻ്റ് നടത്തുമ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.